ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട്. തോംസൺ വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ തോംസൺ. ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കിടുവാനുള്ളത് ഒരു സന്തോഷ വാർത്തയാണ്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാം എന്നെ സ്നേഹിക്കുന്നു, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ഗ്രീറ്റിംഗ് മെസ്സേജ് എനിക്ക് വന്നുകൊണ്ടിരിക്കുക. ഇന്ന് എനിക്ക് ഓർമ്മകളുടെ ദിവസമായിരുന്നു. കഴിഞ്ഞ നാളുകളിലെ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച്, വഴികളെ കുറിച്ച്, അവന്റെ പ്രൊവിഷൻസിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ദിവസമായിരുന്നു. മാത്രമല്ല, എന്റെ ബാല്യകാല ജീവിതങ്ങളെ കുറിച്ചുകൂടെ ഇന്ന് ചിന്തിപ്പാനിടയായി. എന്റെ വീട്, എന്റെ മാതാപിതാക്കൾ, എന്റെ സഹോദരങ്ങൾ, എന്റെ ചെറുപ്രായത്തിലുള്ള ജീവിത ശൈലി, എന്റെ വികൃതി, കുസൃതി, കൂട്ടുകാർ, നാടും നാട്ടുകാരും, ഇതെല്ലാം ഇന്ന് ചിന്തിപ്പാൻ ഉള്ള ഒരു ദിവസമായിരുന്നു. മാതാപിതാക്കളുടെ കടുത്ത റെസ്ട്രിക്ഷൻ ഉള്ള ജീവിതം, അവരുടെ പ്രാർത്ഥനാ ജീവിതം, അവരുടെ ശിക്ഷണ നടപടികൾ ഒക്കെ ഞങ്ങളെ മോൾഡ് ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പ്രത്യേക ഒരു വിഷയം പങ്കിടുവാനായിട്ടുള്ളത്, 18-ാമത്തെ വയസ്സിൽ വളരെ മഴയുള്ള ഒരു ദിവസം, ജലപ്രളയമുള്ള ദിവസം, ഒരു അമ്പലക്കുളത്തിൽ എന്നെ ഒരു സുഹൃത്ത് നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടുപോയി. സ്റ്റെപ്പുകൾ ഇറങ്ങി കാല് വഴുതി ആ നിലയില്ലാത്ത ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയി. കരയ്ക്കുന്നവർക്ക് മനസ്സിലായി എനിക്ക് നീന്തൽ അറിയില്ല. ഒരു സുരേഷും ഒരു പാപ്പച്ചനും അത് ഇറങ്ങി എന്നെ ഊളിയിട്ടിറങ്ങി എന്നെ വലിച്ച് കരയ്ക്ക് അടുപ്പിച്ചു. കരയിൽ നിന്നെല്ലാം ഓടിപ്പോയി. അവര് വിചാരിച്ചു ഞാൻ മരിച്ചുപോയി. ഡെഡ് ബോഡിയാ വലിച്ച് കരക്കിട്ടതെന്ന്. ഞാനും അല്പസമയം അങ്ങനെ കിടന്നു. അതിനുശേഷമാണ് എഴുന്നേറ്റത്. അതെന്റെ ജീവിതത്തിൽ ഇന്നും മറക്കാനാകാത്തൊരു സംഭവം. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ ഉണ്ടായിരിക്കുമായിരുന്നില്ല. ഞാൻ പ്രസംഗിക്കുമ്പോൾ, ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ, സാക്ഷ്യം പറയുമ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ജീവിതം ദൈവം തന്ന ബോണസാണ്. അതിനുശേഷം എന്റെ സ്കൂൾ ജീവിതം, ഹൈസ്കൂൾ ജീവിതം, നിങ്ങൾക്ക് ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ വയ്യാത്ത ഓലപ്പള്ളിക്കുടം, കോളേജ് ജീവിതം ഒക്കെ ഞാൻ ഇന്ന് ഓർക്കുവാനിടയായി. ജോലി തേടിയുള്ള എന്റെ ബോംബെ യാത്ര 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബോംബെയിൽ വന്നിറങ്ങുമ്പോൾ ഇന്ന് കാണുന്ന ബോംബെ ആയിരുന്നില്ല. ഇന്ന് ഞാൻ തല ഉയർത്തി നോക്കുമ്പോൾ വളരെ ഡെവലപ്ഡ് ആയ ഒരു സിറ്റി നമ്മൾ കാണുന്നു. അന്ന് ഇവിടെ ഒരു ഫ്ലൈ ഓവർ ബ്രിഡ്ജ് പോലും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇന്ന് കാണുന്ന 100 കണക്കിന് ഫ്ലൈ ഓവർ ബ്രിഡ്ജ്, എക്സ്പ്രസ് വേ, ഫ്രീ വേ, മോണോ റെയിൽ, മെട്രോ, സീലിംഗ്, സബ്വേ, കോസ്റ്റൽ റോഡ്, ഇങ്ങനെ വളരെ ഡെവലപ്പായ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ദുഃഖിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ചില സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു. 4-ാം ക്ലാസ് പഠിക്കുമ്പോൾ ചന്ദ്രൻ, ശേഷം ഒരു ജോൺസൺ, അതിനുശേഷം ഒരു ശ്രീകുമാർ, അതിനുശേഷം ഒരു ബാബു മാത്യു, അതിനുശേഷം അഗസ്റ്റിൻ തോമസ്, CM വർഗീസ്, ജോർജ് വേർബ്, ഇങ്ങനെ പലരും നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ഞാൻ ഓർക്കുകയായിരുന്നു. ഇതിനെല്ലാം ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യത്തിനും, ഓരോ സബ്ജക്റ്റിനും ഞാൻ തുടർന്നുള്ള നാളുകളിൽ സെപ്പറേറ്റ് എപ്പിസോഡ് ചെയ്ത് വിശദമായി നിങ്ങളോട് സംസാരിക്കും. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഓർമ്മകൾ മാത്രം പുതുക്കുക. അതുപോലെ എനിക്ക് മാതൃകയാക്കുവാൻ സാധിക്കുന്ന ചിലരുടെ ജീവിത ശൈലി ഒരിക്കൽ അത് ഞാൻ എപ്പിസോഡ് ചെയ്യാം. എന്റെ വിവാഹം, കുടുംബജീവിതം, കുഞ്ഞുങ്ങള്, അവരുടെ ജീവിത ശൈലി അവരെ വളർത്തിയത്, ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തികൾ.
1993 ഞാൻ ഒരു പുസ്തകം എഴുതി, വിശ്വാസത്തിന്റെ അത്ഭുത വീതി, ദൈവം നടത്തിയ അത്ഭുതങ്ങളെ കുറിച്ച്. ജോലി ഉപേക്ഷിച്ചുള്ള എന്റെ പ്രേക്ഷിത പ്രവർത്തനം ഒരു സ്ലീപ്പിംഗ് ഭാഗമായിട്ട് മിഷൻ ഫീൽഡുകളിൽ ഞാൻ യാത്ര ചെയ്തു. ദൈവത്തിന്റെ കരവിരുത്, പ്രകൃതിയുടെ സൗന്ദര്യത്തിലും ഫലത്തിലും തൊട്ടറിഞ്ഞ വിദേശയാത്രകൾ, പല കൾച്ചറിലുള്ള ആൾക്കാർ, പലരുമായി മിങ്കിൾ ചെയ്യുവാൻ, അവരുടെ ജീവിതശൈലി, അവിടെയൊക്കെ ഞാൻ ചെന്നിറങ്ങുമ്പോൾ ഓർക്കുന്നത്, ദൈവം പാഴും ശൂന്യമായതിൽ നിന്ന് ദൈവത്തിന്റെ വചനത്താൽ ഉളവാക്കിയ ഈ ഭൂമി എത്ര മനോഹരമാണ്. ആകാശവും ആകാശവിധാനങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയും ഭൂമണ്ഡലങ്ങളും എത്ര മനോഹരമാണ്. പാഴും ശൂന്യമായതിൽ നിന്നും വചനത്താൽ ഉളവാക്കി. എന്തിനു പറയുന്നു? അധോലോകത്തേക്കാൾ അധമന്മാരായ ശുഭ്രവസ്ത്രധാരികൾ, സ്വന്തമായ ഒരു അഡ്രസ് ഇല്ലായിരുന്ന എനിക്ക് സൗജന്യമായി ദൈവം ഒരു അഡ്രസ് ദാനം ചെയ്തു. എന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ച ഒരു ഒഫീഷ്യൽ ട്രാൻസ്ഫർ. അവിടെയാണ് എന്റെ ജീവിതം മുഴുവൻ മാറിമറിയുവാനിടയായത്. വിശദമായിട്ട് ഞാൻ പിന്നീട് സംസാരിക്കാം. വിശദമായിട്ട് നിങ്ങളോട് ഞാൻ പിന്നെ പറയാം. ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്ന നാളുകളിൽ എന്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കാം, എന്റെ ചിന്തകള്, ചിന്താ വിഷയങ്ങള് പങ്കുവയ്ക്കാം. ഇപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എന്റെ ബർത്ത്ഡേക്ക് ഇതുവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, സഹായിച്ച, സഹകരിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഗ്രീറ്റിംഗ് മെസ്സേജ് അയച്ച നിങ്ങളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡ് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം